എന്താ കാര്യം? എന്റെ ആടിനെ മര്യാദക്ക് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ വേനൽക്കാലത്ത് പോയിങ്ങാണ്ട് വെള്ളം പിന്നെ മുക്കിക്കൊടുന്നാട് നനച്ച് ഉണ്ടാക്കിയ 100 വായന്റെ തൂമ്പ് തിന്നണല്ല. 8-10 വായന്റെ തൂമ്പാണ് എന്റെ ആട്. മര്യാദക്ക് എന്റെ ആടിനെ ആട് തിന്നും എനക്ക് തോന്നല്ല. എവിടെ പണ്ടാരത്തിന്റെ തല പിന്നെ അനക്ക് തോന്നല്ല ആട് തിന്നും. അനക്ക് തോന്നല്ല. ഞാൻ ആ പിന്നെ പൊയിന്ന് വെള്ളം മുക്കി കൊടുക്കാണ്ട് കേസ് കൊടുക്കണല്ല. എന്റെ ആടിനെ മര്യാദക്ക് നോക്കിക്കോളൂ. ഞാൻ നോക്കൂല. ആരാ പറഞ്ഞ കജുമാലും തച്ചാണ് മുറിച്ചാണ്ട് അനക്കട് തോന്നല്ലേ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വായനത്. ആ വായന ഇനി എന്റെ ആടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്യം കൊല്ലും, ഞാൻ എന്റെ ആടിനെയും കൊല്ലും. മര്യാദ അജ്ജന്റെ കാലും കജ്ജറ്റും ഒക്കെ പടങ്ങനെ ഇതാക്കണ മര്യാദക്കുള്ളതുകൊണ്ട് അന്നെ തച്ചു കൊല്ലാൻ വേണ്ടി കണ്ട് വന്നത് എന്നെയാണ്. കാരണം അത്ര ഇടങ്ങേറായി കണ്ട് ഞാൻ ഉണ്ടാക്കിയ വായന എൻ്റെ ആട് വന്നാട് തിന്നതേ. അതെനിക്ക് മനസ്സിലായോ? നേർന്നൂന്താല അടിച്ചാൻ പൊടിച്ചു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു 100 വായ ഉണ്ടാക്കിനി. വേനൽക്കാലത്ത് പോയിന്ന് വെള്ളം കൊടുങ്ങാണ്ട് മുക്കിപ്പം പിന്നെ ഉണ്ടാക്കിയ വായാണ്. അത് തൂമ്പ് ഇങ്ങനെ വരുന്നുള്ളൂ. അത് ഈ ചങ്ങായി ആട് വന്നാണ്ട് 8-10 വായന്റെ തൂമ്പ് തിന്നിങ്ങനെ. നിങ്ങളൊന്ന് പറയണം ഇതിനൊരു പരിഹാരങ്ങൾ. ഒരു പരിഹാരം 100 വായ. 100 വായ. ആട് എന്റെ ആടോടെ എന്റെ ആട് വാങ്ങണം. വാങ്ങിട്ട് വേണം. അപ്പൊ ഏതാടാ തിന്ന്? മോന്റെ ആട്. ഞാൻ കുറ്റി പൈസ ആയിട്ട് വേണം ആടിനെ വാങ്ങണല്ലേ. ഇജ്ജ് കുറ്റിയില് പൈസ ആയിട്ട് ആടിനെ വാങ്ങിയിട്ടില്ലെങ്കിലും എന്റെ ആടാ വന്നു കണ്ട് ഇഞ്ച ആയെന്ന്. അതിന് യാതൊരു സംശയം തിന്നൊന്നുമില്ല. എനക്ക് തോന്നല്ലേ തിന്ന് എനക്കത് തോന്നേ. അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഒരു കാര്യങ്ങൾ വെയിൽ കെട്ടണം. വെയില് കെട്ടാൻ അങ്ങനെയല്ലേ. ഞാനൊരു 1 ഏക്കർ സ്ഥലം നോക്കിക്കൊണ്ട് നടക്കാണ് വായ വെക്കാം. സ്ഥലമില്ല. ഇല്ല, ഞാൻ വായ വെച്ചിട്ടൊന്നുമില്ല. അഥവാ സ്ഥലം കിട്ടിയിട്ട് വായ വെച്ചാണ്ട് അത് പിന്നെ തൂമ്പ് വന്നാലോ അവന്റെ ആട് വന്ന് തിന്നാലോ അയ്യാഴ്ച ഞാൻ വന്നാട് പറഞ്ഞത്. മുൻകൂട്ടി തന്നെ പറയാണ്. അതാണ് കുറഞ്ഞു കിട്ടും. അനക്കാൻ കാട്ടി തരാം. എന്റെ ആരെങ്ങാനും ഞാൻ കിട്ടും. 2 കിട്ടും.